ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഗ്ലോബൽ ക്യൂസ് കൂടുതൽ ഇംപ്രൂവ് ആകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇന്നലെ വേൾഡ് വൈഡ് മാർക്കറ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ ഡൗ ജോൺസ് ഇന്നലെ അതിൻ്റെ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ S&P 500 പുതിയ റെക്കോർഡ് ടച്ച് ചെയ്തതായിട്ട് കാണാം. എന്നാൽ നാസ്ഡാക്ക് ഇപ്പോൾ ഒറാക്കിൾ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് വന്ന വീക്ക് ആയിട്ടുള്ള അപ്ഡേറ്റ് കാരണം AI സ്റ്റോക്കുകളിൽ ഉണ്ടായ ക്രാഷ് കാരണം നാസ്ഡാക്ക് മാത്രമാണ് ഇന്നലെ 0.25% താഴോട്ടേക്ക് വന്നത്. അതുപോലെ വാൾസ്ട്രീറ്റിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു മുന്നേറ്റം ഏഷ്യൻ മാർക്കറ്റിലും പ്രതിഫലിച്ചതായിട്ട് കാണാം. അവിടെയൊക്കെ മേജർ ഇൻഡെക്സുകളൊക്കെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് കാണാം. ഇന്നലെ അതേപോലെ ഗിഫ്റ്റ് നിഫ്റ്റി 26,137 എന്ന ലെവലിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആവും എന്ന് സൂചനകൾ തന്നിരുന്നു. അതേപോലെ തന്നെ 25,971 എന്ന ലെവലിലാണ് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇന്നലത്തെ ആ ഒരു ക്ലോസിംഗ് ലെവലിലേക്ക് പോകാതെ നിഫ്റ്റി വീണ്ടും മുന്നോട്ടേക്ക് തന്നെയാണ് പോയതെന്ന് കാണാം. ഒടുവിൽ നിഫ്റ്റി 26,000 മുകളിൽ ക്ലോസ് ചെയ്തുകൊണ്ട് വീണ്ടും ഇൻവെസ്റ്റേഴ്സിന് പ്രതീക്ഷ നൽകിയിരിക്കുകയാണ്. ഇന്ന് ബ്രോഡ് മാർക്കറ്റിലും പെർഫോമൻസ് അത്ര മോശമായിരുന്നില്ല. 59% സ്റ്റോക്കുകൾ ഇന്ന് അഡ്വാൻസ് ചെയ്തു. 36% സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത്. സെക്ടറൽ വൈസ് നോക്കിക്കഴിഞ്ഞാലും FMCG, മീഡിയ പോലെയുള്ള സെക്ടറുകൾ മാത്രമാണ് ഇന്ന് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. ബാക്കിയുള്ള മേജർ സെക്ടർ ഇൻഡെക്സുകളെല്ലാം ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തായിട്ട് കാണാം. അവിടെ തന്നെ കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, റിയാലിറ്റിയൊക്കെ 1% കൂടുതലുള്ള ഒരു മുന്നേറ്റം നടത്തിയായിട്ട് കാണാം. കൂടാതെ ഇന്ന് എടുത്തു പറയേണ്ട പെർഫോമൻസ് മെറ്റൽ ഇൻഡെക്സിലാണ്. അവിടെ 2% കൂടുതലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായി. ഇപ്പോൾ മെറ്റൽ സ്റ്റോക്കുകളിൽ ഈ ഒരു മുന്നേറ്റത്തിനുള്ള ഒരു കാരണമായിട്ട് കാണാൻ കഴിയുന്നത് ചൈന അവരുടെ പുതിയ സ്റ്റിമുലസ് പാക്കേജുകളുമായി വരുന്നതും പ്രോ ആക്റ്റീവായിട്ടുള്ള ഫിസിക്കൽ പോളിസി കൊണ്ടുവരുന്നതുമാണ് മെറ്റൽ സ്റ്റോക്കുകളിൽ ഒരു ഡിമാൻഡ് വർദ്ധിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ നമുക്കറിയാം, ചൈന എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് മെറ്റൽ പ്രൊഡ്യൂസിങ് രാജ്യമാണ്. അത് കൂടാതെ തന്നെ ചൈനയാണ് ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഈ മെറ്റൽ കൺസ്യൂമറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്റ്റിമുലസ് പാക്കേജ് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ മെറ്റൽ ഡിമാൻഡ് വർദ്ധിക്കും, അവരുടെ എക്സ്പോർട്ട് കുറയും. സ്വാഭാവികമായിട്ടും ആ സമയത്ത് മറ്റ് മെറ്റൽ പ്രൊഡ്യൂസിങ് രാജ്യങ്ങൾക്ക് അത് ഗുണകരമായിട്ട് മാറും. ഇത് കൂടാതെ US ഡോളർ വീക്ക് ആവുന്നതായിട്ട് നമ്മൾ കാണാം. ഇപ്പോൾ മേജർ കറൻസിക്കെതിരെയൊക്കെ പ്രത്യേകിച്ച് യൂറോ, യെന്നിനെതിരെയൊക്കെ ഡോളർ വീക്ക് ആകുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാമെങ്കിൽ US ഡോളർ ഇൻഡെക്സ് ഇപ്പോൾ 98 എന്നുള്ള ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 100 മുകളിൽ പോയതായിരുന്നു ഡോളർ ഇൻഡെക്സ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ റേറ്റ് കട്ടും അത് ഉണ്ടാക്കിയിട്ടുള്ള ലിക്വിഡിറ്റിയും ഒക്കെ US ഡോളർ സ്വാഭാവികമായിട്ടും വീക്കാവാനുള്ള കാരണമായിട്ടുണ്ടാകും. അതും ഈ മെറ്റൽ സ്റ്റോക്കുകളിലുള്ള ഒരു മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഗോൾഡും സിൽവറും അതിൻ്റെ പുതിയ ഓൾ ടൈം ഹൈയിലേക്ക് പോവുകയാണ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയും മെറ്റൽ ഇൻഡെക്സിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ 8% മുന്നേറി. അതേപോലെ ഹിന്ദുസ്ഥാൻ സിങ്കും 6% കൂടുതൽ മുന്നേറ്റം നടത്തി. നാൽക്കോ, ടാറ്റ സ്റ്റീൽ പോലെയുള്ള സ്റ്റോക്കുകളിലൊക്കെ ഇന്ന് നല്ല മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യൻ മാർക്കറ്റിൽ മറ്റൊരു ട്രിഗർ പോയിന്റ് ആയിട്ട് വന്നിട്ടുള്ളത് PM മോഡിയും ഡൊണാൾഡ് ട്രംപും നടത്തിയ ടെലിഫോണിക് കോൺവെർസേഷനാണ്. അപ്പോൾ ഒക്ടോബറിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് PM മോഡിയും ട്രംപും ഫോണിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് US ഡെപ്യൂട്ടി ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള റിക് സ്വിറ്റ്സർ അദ്ദേഹത്തിൻ്റെ 2 ദിവസത്തെ ഡൽഹി വിസിറ്റിന് ശേഷം അതിൻ്റെ ഫൈനൽ കൺക്ലൂഷന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ടോക്ക് നടക്കുന്നത്. അപ്പോൾ രാകേഷ് അഗർവാളും റിക് സ്വിറ്റ്സറും തമ്മിലുള്ള ആ ട്രേഡ് ടോക്ക് അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് അൺഒഫീഷ്യൽ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ PM മോഡി അദ്ദേഹത്തിൻ്റെ ട്രംപുമായിട്ടുള്ള സംഭാഷണത്തെ വിശേഷിപ്പിച്ചത് അത് വളരെ വാമും അതേപോലെ എൻഗേജിങ്ങുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു എന്നും റീജിയണൽ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു എന്നും അപ്പോൾ ലോക സമാധാനത്തിന് വേണ്ടി ഇന്ത്യയും US ഒന്നിച്ച് പ്രവർത്തിക്കും എന്നൊക്കെയാണ് PM മോഡി തൻ്റെ ട്വിറ്റർ അഥവാ Xൽ കുറിച്ച പോസ്റ്റിൽ കാണുന്നത്. ഇതേപോലെ കോമ്പാക്ട് ഫ്രെയിം വർക്ക് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നതിനെക്കുറിച്ചും ഈ സംസാരത്തിൽ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കോമ്പാക്ട് എന്ന് പറയുന്നത് മിലിറ്ററി പാർട്ട്ണർഷിപ്പും അതേപോലെ തന്നെ കൊമേഴ്സ് ആൻഡ് ടെക്നോളജി മേഖലയിലുള്ള അവസരങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന ഇന്ത്യ US തമ്മിലുള്ള ഒരു കരാറാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ വളരെയധികം കോൺഫിഡൻസ് നൽകുന്ന ഒരു സംഭവമാണ് ഈ ട്രംപും PM മോഡിയും തമ്മിലുള്ള ഈ ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ US ട്രേഡ് ഡീല് വളരെ പെട്ടെന്ന് വരണമെന്നില്ലെങ്കിലും റഷ്യയിൽ നിന്നും ഓയിൽ പർച്ചേസിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുള്ള ആ ഒരു അഡീഷണൽ പെനാൽറ്റി ഒഴിവാക്കാൻ ഒരുപക്ഷെ ഈ മാസം തന്നെ ട്രംപ് തുനിയുമെന്നാണ് പൊതുവെ
നിരീക്ഷകരൊക്കെ പറയുന്നത്. ഇതേപോലെ തന്നെ മാർക്കറ്റിൽ ആത്മവിശ്വാസം നൽകുന്ന മറ്റൊരു വാർത്ത നമ്മൾ കാണുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള ഇൻഫ്ലോ. അതിൽ വലിയ കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം നവംബർ മാസത്തെ AMF അഥവാ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇന്ത്യ പുറത്തുവിട്ട നവംബർ മാസത്തെ ഡാറ്റ സൂചിപ്പിക്കുന്നത് 29,911 കോടിയുടെ ഒരു ഇൻഫ്ലോ ആണ് ഉണ്ടായത്. അത് 21% ഒരു ഇൻക്രീസ് ആണ് ഒക്ടോബർ മാസത്തെ അപേക്ഷിച്ച്. കാരണം ഒക്ടോബർ മാസം 24,690 കോടിയുടെ ഇൻഫ്ലോ ആണ് ഉണ്ടായിരുന്നത്. അതുപോലെ മൊത്തം മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റിന്റെ ടോട്ടൽ വാല്യൂ ഇപ്പോൾ 80.5 ലക്ഷം കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. ഇത് ഡെറ്റും ഈക്വിറ്റിയുമായിട്ടുള്ള എല്ലാ സ്കീമുകളും ഉൾപ്പെട്ട ഒരു AUM ആണ്. ഈക്വിറ്റി മാത്രം നോക്കുകയാണെങ്കിൽ അത് 35.39 ലക്ഷം കോടിയിൽ നിന്നും 35.66 ലക്ഷം കോടിയായിട്ടും ഉയർന്നതായിട്ട് കാണാം. എന്നാൽ മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള സിപ്പ് ഇൻഫ്ലോയിൽ നേരിയ ഒരു ഇടിവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അത് 29,529 നിന്നും 29,445 കോടിയായിട്ട് നേരിയ ഒരു താഴ്ചയാണ് കാണുന്നത്. 0.28% ഒരു മന്ത് ഓൺ മന്ത് ഡിപ്പ് മാത്രമാണ് അവിടെ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് ഇപ്പോഴും വളരെയധികം ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട് എന്നാണ് മ്യൂച്വൽ ഫണ്ട് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ പൊതുവെ പറയുന്ന ഒരു പരാതിയാണ് നമ്മുടെ പോർട്ട്ഫോളിയോ ഡൗൺ ആവുന്നു, പക്ഷേ നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ എത്തുന്നു എന്നൊക്കെ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ശരാശരി ഇൻവെസ്റ്ററുടെ മാത്രമല്ല, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിൻ്റെയും അവരുടെ പോർട്ട്ഫോളിയോയിലും ഈ വിധത്തിലുള്ള തകർച്ച ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വിജയ് KDAയുടെ പോർട്ട്ഫോളിയോ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, വിജയ് KDA എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൈഡ്ലി റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു ലോങ് ടേം ഇൻവെസ്റ്ററാണ്. ഇദ്ദേഹം ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫാമിലിയിലാണ് ജനിച്ചത് തന്നെ. 19-ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്മൈൽ എന്ന സ്ട്രാറ്റജിയാണ്. അതിൻ്റെ ഫുൾ ഫോം സ്മൈലിൻ്റെ S സൂചിപ്പിക്കുന്നത് സ്മോൾ സൈസ് കമ്പനികൾ, M സൂചിപ്പിക്കുന്നത് മീഡിയം ഇൻ എക്സ്പീരിയൻസ് ആണ്, അതായത് വലിയ ഹിസ്റ്ററി ഇല്ലാത്ത കമ്പനികൾ. അതുകൊണ്ട് L കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാർജ് ഇൻ ആസ്പിരേഷൻ എന്നുള്ളതാണ്. E കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്ട്രാ ലാർജ് ഇൻ മാർക്കറ്റ് പൊട്ടൻഷ്യൽ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിലൂടെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 16 സ്റ്റോക്കുകളോളം നമുക്ക് കാണാൻ പറ്റും. അതിൽ മൊത്തത്തിൽ 1,213 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണത്. അപ്പോൾ 2024 ഡിസംബറിന് ശേഷം അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ നമ്മൾ കാണുന്ന ചേഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ഡിസംബറിൽ അത് 1,896 കോടിയുടെ ഒരു പോർട്ട്ഫോളിയോ ആയിരുന്നു. എന്നാൽ മാർച്ച് 2025 അത് താഴോട്ടേക്ക് വന്നിട്ട് 1,377 എത്തിയിരുന്നു. അപ്പോൾ അവിടെ 27% വമ്പിച്ച ഒരു ക്രാഷാണ് ഇദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ 2025 ജൂൺ ക്വാർട്ടർ നോക്കുമ്പോൾ അത് 1,398 റിക്കവർ ചെയ്തിരുന്നു, അതായത് ഒരു 1.5% റിക്കവറി. എന്നാൽ പിന്നീട് സെപ്റ്റംബർ 2025 വീണ്ടും അത് താഴോട്ടേക്ക് വന്നിട്ട് 1,228 എന്ന് ഏകദേശം 12% ഒരു ഫോൾ ഉണ്ടായി. എന്നാൽ ഏറ്റവും ഒടുവിൽ 2025 നോക്കുമ്പോൾ അത് 1,213 കോടിയുടെ ഒരു ലെവലിലാണുള്ളത്. അത് കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്ന് ഏകദേശം 1.3% ഡൗൺ ആയിട്ടാണുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വർഷം ഇദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ 1,896 കോടിയിൽ നിന്ന് 1,213 കോടിയായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെപ്പോലുള്ള ശരാശരി ഇൻവെസ്റ്റേഴ്സിൻ്റെ മാത്രമല്ല, ഇത്തരത്തിലുള്ള ബിഗ് ഇൻവെസ്റ്റേഴ്സിൻ്റെയും പോർട്ട്ഫോളിയോയിൽ ഈ രീതിയിലുള്ള ക്രാഷ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിജയ് KDAക്ക് നല്ല റിട്ടേൺ നൽകിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടാക് ഇൻഫോസെക് എന്ന് പറയുന്ന സ്റ്റോക്കിലാണ് 87% ഒരു ഗെയിൻ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ യഥാർത്ഥ ഹോസ്പിറ്റൽ ട്രോമ കെയർ സർവീസിൽ നിന്ന് ഇദ്ദേഹത്തിന് ഒരു 10.5% ഒരു റിട്ടേൺ ലഭിച്ചിരുന്നു. അതേപോലെ ടെക്-ഡി സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന സ്റ്റോക്കിൽ നിന്ന് 86% ഒരു റിട്ടേൺ ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അഫോർഡബിൾ റോബോട്ടിക് ഓട്ടോമേഷൻ സ്റ്റോക്കിൽ 66% ക്രാഷാണ്. അതുപോലെ പ്രിസിഷൻ ക്രാങ്ക് ഷാഫ്റ്റിൽ 52% ഫോളാണ്. അതുപോലെ ഓം ഇൻഫ്രയിൽ 40% ഫോളും ഇദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ കാണാം. അപ്പോൾ എത്ര കെയർഫുള്ളായിട്ടും എത്ര വലിയ സ്റ്റഡി നടത്തിയിട്ടും സ്റ്റോക്ക് പിക്ക് ചെയ്താലും ഇത്തരത്തിലുള്ള മാർക്കറ്റ് വോളറ്റിലിറ്റി നേരിടാൻ നമ്മൾ തയ്യാറാകണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ വലിയ തോതിൽ താഴേക്ക് വന്ന EMS കമ്പനികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലൊന്ന് കെയ്ൻസ് ടെക്നോളജിയാണ്. കെയ്ൻസ് ടെക്നോളജിയിൽ കൊഡാക് സെക്യൂരിറ്റീസ് കണ്ടെത്തിയിട്ടുള്ള അക്കൗണ്ടിങ് ലാപ്സസ് ആണ് ആ സ്റ്റോക്കിൽ ഒരു ക്രാഷ് വരാൻ കാരണം. അപ്പോൾ ഈ സ്റ്റോക്കിലുണ്ടായ ക്രാഷ് കാരണം പല ഇലക്ട്രോണിക്സ് കമ്പനികളിലും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായതായിട്ട് കാണാം. ഇപ്പോൾ കെയ്ൻസ് ടെക്നോളജി മാത്രമല്ല, ഡിക്സൺ ടെക്നോളജിയും ആംബർ എൻ്റർപ്രൈസസും ഈ രീതിയിൽ താഴോട്ടേക്ക് പോയിരുന്നു. ഇപ്പോൾ കെയ്ൻസ് ടെക്നോളജി അതിൻ്റെ ഹൈയിൽ നിന്ന് ഏകദേശം 48% താഴോട്ടേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വാല്യുവേഷൻ കുറച്ച് കംഫർട്ടബിൾ എത്തിയതായിട്ട് നമുക്ക് കാണാം. കാരണം 3 വർഷത്തെ ആവറേജ് PE എന്ന് പറയുന്നത് 119 എന്ന PE ആയിരുന്നു. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ PE 75 എന്ന ലെവലാണ്. അതുകൂടാതെ PEG റേഷ്യോ, അതായത് PE റേഷ്യോ ഗ്രോത്തുമായിട്ട് കമ്പയർ ചെയ്യുന്ന ആ ഒരു റേഷ്യോ 0.84 ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരു
ബൈങ് റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ചാർട്ട് ലെവൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൻ്റെ ലോ ആ ഒരു സപ്പോർട്ട് ലെവലിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു റീബൗണ്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ മറ്റൊരു സ്റ്റോക്ക് ഉള്ളത് ഡിക്സൺ ടെക്നോളജീസ് ആണ്. ഇപ്പോൾ ഡിക്സൺ ടെക്നോളജി അതിൻ്റെ ഐയിൽ നിന്നും ഏകദേശം 33% ക്രാഷ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൽ ഫണ്ടമെൻ്റലായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, അതിൻ്റെ പെർഫോമൻസ് വൈസ് ആയാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്റ്റോക്കാണ്. പക്ഷേ എങ്കിലും അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാം. ഇതിൻ്റെ PE റേഷ്യോ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 62 എന്നുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു PEയിലാണ്. കാരണം ഇതിൻ്റെ 3 ഇയേഴ്സിൻ്റെ PE 118 എന്ന ലെവലായിരുന്നു. അവിടെ നിന്നാണ് ഇത്രയധികം താഴോട്ടേക്ക് വന്നത്. ഇതിൻ്റെയും PEG റേഷ്യോ 1 എന്ന ലെവലിൽ നിൽക്കുകയാണ്. നമുക്കറിയാം PEG റേഷ്യോ 1 താഴെ ആവുക എന്നുള്ളതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു PEG റേഷ്യോ. അത് 2 വരെ മാക്സിമം പോകാം. അപ്പോൾ ഇവിടെ അത് 1 ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇതൊരു റീസണബിൾ PE ആണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ ഇതിൻ്റെ ചാർട്ടിലും ഇതിന് മുമ്പത്തെ ഓൾ ടൈം ലോ സപ്പോർട്ടിൽ ആണ് ഇത് നിൽക്കുന്നത്. അവിടെ നിന്നൊരു റീബൗണ്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ 2 സ്റ്റോക്കുകൾ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. മറ്റൊരു സ്റ്റോക്ക് ഇതേ സെഗ്മെൻറ്റിലുള്ളത് ആംബർ എൻ്റർപ്രൈസസ് ആണ്. അപ്പോൾ റൂം എയർ കണ്ടീഷൻ രംഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ്. പ്രത്യേകിച്ച് ധാരാളം ഇമ്പോർട്ടൻറ്റ് ക്ലയൻറ്റുകളുള്ള ഒരു കമ്പനിയാണിത്. ഇതിൻ്റെ ഐയിൽ നിന്നും 24% ഈ സ്റ്റോക്ക് താഴേക്ക് വന്നിട്ടുള്ളത്. ഈ സ്റ്റോക്കിലും ശക്തമായൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ട് കാണാം. പ്രത്യേകിച്ച് കെയ്ൻസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളാണ് ഈ സ്റ്റോക്കിലും ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടാക്കാൻ കാരണമായത്. ഈ സ്റ്റോക്കിൻ്റെ PE പക്ഷേ ഇപ്പോൾ 104 എന്ന PEയിൽ തന്നെ നിൽക്കുകയാണ്. അത് 3 ഇയേഴ്സ് PEനേക്കാൾ കൂടുതലാണ്. 3 ഇയേഴ്സിൻ്റെ PE 89 എന്ന ലെവലാണ്. അതേപോലെ ഇതിൻ്റെ PEG റേഷ്യോ 3.46 ആണ്. ഇപ്പോൾ മറ്റ് 2 സ്റ്റോക്കുകൾ അപേക്ഷിച്ചിട്ട് ഈ സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കൂടാതെ ഇതിൻ്റെ ചാർട്ടിൽ അതിൻ്റെ സപ്പോർട്ട് ലെവൽ ആണിത് നിൽക്കുന്നതെങ്കിലും ഇനിയും ഇതിൻ്റെ പിന്നിൽ അടുത്തന്നെ വേറൊരു സപ്പോർട്ടും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അവിടത്തേക്ക് ഈ സ്റ്റോക്ക് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കും തീർച്ചയായിട്ടും നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഈ ലെവലിൽ നിന്ന് ഒരു റീബൗണ്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മൊമെൻറ്റം ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.